ഈ വണ്ടി എന്നാലും നമ്മുടെ കയ്യിരിക്കണം. അല്ല ഞാൻ കഴിക്കട്ടെ ഇവിടെ വെള്ളപ്പൊക്കത്തിന് ഇവിടെ എന്ത് ചെയ്ത് വണ്ടിനെ ഇവിടെ കയറിയിരുന്നു. ഇവിടെ കയറിയിരുന്നു ഇവിടെ കയറിയില്ല. ഈ വണ്ടിനെ ആ സ്റ്റാൻഡില്ലേ ആ സ്റ്റാൻഡിന്റെ അടി വരെ തന്നിട്ടുള്ളൂ. അതെ അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ഓയിൽ ടാങ്കിലേക്ക് ആക്കാൻ കാരണം ഇഞ്ചൻ കംപ്ലൈന്റ് ആയത് ഓയിൽ ഇറങ്ങി പമ്പ് കംപ്ലൈന്റ് പമ്പില് കരട് വന്ന് കൊണ്ടുപോയി. അങ്ങനെയാണ് പിന്നെ ആ പരിപാടി നമ്മൾ കാണാച്ചു. നമുക്ക് എങ്ങനെയാണ് ഈ വണ്ടിയുടെ മൈലേജ് ചേട്ടൻ എങ്ങനെയാണ് കിട്ടുന്നത്? പിന്നെ അവരെ നോക്കിയിട്ടില്ല, ഇതുവരെ മൈലേജ് നോക്കിയില്ല. ഫുൾ ടാങ്ക് അടിക്കും, മൈലേജ് നോക്കി ഓടിപ്പിക്കുന്നില്ല. കാരണം എനിക്കത് വലിയ ഓട്ടങ്ങളില്ല. എന്നാലും എങ്ങനെ ഈ ഓടിച്ചു പോയത്? ഇത് കുറച്ച് പേര് പറയുന്നത് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചവിട്ടി കിട്ടില്ല, പാളി പോകുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് നമ്മുടെ 2 ബ്രേക്കും ഒരുമിച്ച് പിടിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഹലോ ബഡീസ്, അപ്പൊ നമ്മളൊരു ഇടിവെട്ട് വണ്ടി, എല്ലാ യൂത്ത് പിള്ളേരെ ഇഷ്ട വണ്ടി, വിന്റേജ് പ്രേമികളുടെ 2 സ്ട്രോക്ക് പ്രേമികളുടെ ഇഷ്ടവാഹനമായ സുസുക്കിയുടെ ഷോഗൺ, അതായത് തുമ്പി പോലെ പോണ വണ്ടി, അതായത് റേസ് പിള്ളേർ ഇറക്കിയ വണ്ടി, മരണക്കിണറിൽ ഇത് ചെയ്ത വണ്ടി, ആര് പോയാൽ ഈ വണ്ടി പോയി ആരും നോക്കും, അങ്ങനത്തെ ഒരു വണ്ടി നമ്മുടെ ഒരു ഇക്കയുടെ കയ്യിലുണ്ട്. ഇക്കേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലോഡ് കാര്യങ്ങൾ പറയാനുണ്ട്. ആൾ ഈ വണ്ടിയെ പൊന്നുപോലെ കൊണ്ടുനടക്കാണ്. കുറേ പേര് ചോദിച്ചു, എന്നിട്ടൊന്നും ആൾ ചെയ്തിട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ നേരെ ആ ഇക്കയുടെ വിശേഷങ്ങളിലേക്കാണ് കിടക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഉടമസ്ഥൻ ഇക്ക എന്ന് പറഞ്ഞത്. എന്താ ചേട്ടാ പേര്? മിൻഹാജ് ബായ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പറയാണ്ട്. സ്വന്തമായിട്ട് 2-3 ബസ് ഉണ്ട്. കൊറോണ സമയത്ത് ആളുടെ കയ്യിൽ നിന്ന് പൈസ ഇറക്കി ബസ്സൊക്കെ ഓടിപ്പിച്ച് ആൾ ഫേമസ് ആയ ഒരാളിന് മനുഷ്യനന്മ മാത്രം മുന്നിൽ കൊണ്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് വേറെ കഥ, അത് പറയുകയാണെങ്കിൽ കുറേ നേരം പോകണം. അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് തിരിച്ചു വരാം. എങ്ങനെയാണ് ചേട്ടൻ ഈ വണ്ടി കിട്ടാൻ്റെ സാഹചര്യം? നമ്മൾ കോളേജിൽ ശ്രീശങ്കര കരടി കോളേജിലാണ് പഠിച്ചത്, ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആ കാലഘട്ടത്തിലാണ് നമ്മൾ 92 കാലഘട്ടത്തിൽ നമ്മൾ ഷോഗൺ ഇറങ്ങിയത്. ടി വിയിൽ പരസ്യം ദി ബോസ് അപ്പൊ എന്തൊക്കെയാണ് ഇന്ത്യ സുസുക്കി ആയിരുന്നു. ജപ്പാന്റെ. അപ്പൊ അത് വന്നൊരു മോഹം ഇറങ്ങിയപ്പോൾ മേടിക്കുന്നത്. അപ്പോൾ പക്ഷെ അന്ന് സാമ്പത്തികമായിട്ട് നമുക്ക് ഒത്തില്ല. അങ്ങനെ ഒരു 97 നമ്മൾ ഇന്ത്യ സുസുക്കി കൊടുത്തിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചു, KL7. ഏത് വണ്ടി? ഷോഗൺ കിട്ടി. അതെന്തൊക്കെ ഇരിക്കുമ്പോൾ ഒരു പയ്യൻ കനകമാലുള്ളൊരു മേജോ എന്നൊരു പയ്യൻ എൻ്റെ പിന്നാലെ ഇറങ്ങി നിർബന്ധം വാങ്ങിച്ച് പിന്നീട് അവൻ ആ വണ്ടി കൊണ്ട് നടക്കണമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം, കൈവിട്ട് പോയില്ല, ഭയങ്കര ഷോക്കായിരുന്നു. അങ്ങനെ ദിവസം ഞാൻ പെരുമ്പാവൂർ വഴിക്ക് നമ്മൾ മൂവാറ്റുപുഴ പോയതാ, ഭാര്യവള്ളി പോയപ്പോൾ അവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ കൊടുത്തു. ഈ വണ്ടി ഷോഗൺ 2000 മുകളിൽ 2001 ഞാൻ കാണാൻ വേണ്ടി 1 വർഷം അളവ് പോയിച്ചുള്ളൂ. പറവൂർ അഡ്രസ്സായിരുന്നു. അവരാകെ ചോദിച്ചത് 15,000 രൂപ ചോദിച്ചത്. ഭയങ്കര ലോട്ടറി, കാരണം അന്ന് വണ്ടിക്ക് 45,000 രൂപ വില വണ്ടി. പക്ഷേ നിർത്തും ചെയ്തു വണ്ടി. ആ കാലത്ത് വണ്ടി നിർത്തി. 2 സ്ട്രോക്ക് വണ്ടി ഉപയോഗിക്കാനുള്ള നിയമൊക്കെ വന്നാൽ 40,000 വണ്ടി നമുക്ക് പണിയാൻ നമുക്ക് ലോട്ടറി ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞ അസൈൻ്റെ വണ്ടി മേടിച്ചിടുന്നു. ഒരു പ്രാവശ്യം വണ്ടി കൈ വിട്ടു പോയ കാരണമുണ്ട്. പിന്നീട് ആര് ചോദിച്ചാലും കൊടുക്കാറില്ല. അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണ് ഈ വണ്ടി എത്താൻ സാധിച്ചത്. എങ്ങനെയാണ് ചേട്ടാ ഈ സുസുക്കിയുടെ ഷോഗൺ വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതായത് വണ്ടി ചതിക്കില്ല. അതായത് നമ്മൾ വണ്ടി ബസ്സിനടുത്തേക്ക് ചിലപ്പോൾ രാവിലെ 6 മണിക്ക് നമ്മൾ പുത്തൻമേരിക്ക് എത്തണം. രാവിലെ 5 മണിക്ക് വണ്ടി സ്റ്റാർട്ട് ആയില്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി, പ്രശ്നമായി, എടുക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ചതിക്കൂല. പിന്നെ വരെ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ഇതുവരെ ഈ വണ്ടി ഒരു സ്റ്റാർട്ടിംഗ് പ്രശ്നം കാണിച്ചിട്ടില്ല. അതുപോലെ വഴി കിടക്കുക ബ്രേക്ക് ലോഡിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. പഞ്ചർ ആവണമെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് പഞ്ചറാവും, അല്ലാതെ പഞ്ചറാവില്ല. അങ്ങനെയാണ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ നമ്മൾ ചതിക്കാത്തൊരു വണ്ടി. എങ്ങനെയാണ് ഇതിന്റെ മെയിൻ്റെനൻസ്, വല്ല പണികളൊക്കെ ചെയ്തിട്ടുണ്ട്? മെയിൻ്റെനൻസ് നമ്മുടെ കടത്തെ പണിക്കാരൻ കൊണ്ട് ഇടിച്ചിട്ട് ഇതിന്റെ ടാങ്ക് ഒരുപാട് സാധനങ്ങളൊക്കെ പോയില്ലായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ഷോറൂമിൽ നിന്ന് സാധനം കിട്ടി, ഒറിജിനൽ സാധനം. അതുകൊണ്ട് വേറെ വിഷയം വന്നില്ല. പിന്നെ വലിയ കാര്യമായിട്ട് പണികളൊന്നും വന്നില്ല. എഞ്ചിൻ പണി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിസ്റ്റൺ സിലിണ്ടർ അയച്ച് ബോർ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. അത് എത്ര കിലോമീറ്റർ എത്തിയപ്പോഴാണ്? അത് കിലോമീറ്റർ നമ്മൾ ശ്രദ്ധിച്ചില്ല. എന്നാലും അത് അങ്ങനെ വന്നപ്പോൾ ചെയ്യേണ്ട വന്നു. അടി വന്നപ്പോൾ പിന്നീട് വേറെ വലിയ പണികളൊന്നും ചെയ്യേണ്ട വന്നല്ല. ചേട്ടാ ഈ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എന്താണ് ജനങ്ങളുടെ വീക്ഷണം? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഈ പിള്ളേര് സെറ്റ് വണ്ടികൾ നോക്കും. ഇപ്പം ITയുടെ മുന്നിൽ കൂടി പോകണമെങ്കിൽ അത് പിള്ളേർ പറയും അതേപോലെ ഷോഗൺ വണ്ടിയാണ്.
ചിലവർ എൻ്റെ പിന്നാലെ വന്ന് ഓർഡറൊക്കെ ചെയ്ത് ചോദിക്കുന്നു പിടിച്ചിരുത്തിക്കുന്ന വണ്ടി നിർത്തിയാൽ ചേട്ടാന്ന് എനിക്കാനറിയില്ല ചേട്ടൻ വണ്ടി നിർത്തി 100 കാര്യം വണ്ടി കൊടുക്കുന്നുണ്ടോ ചോദിക്കും അതോടെ കൊടുക്കണമായിരുന്നു പിന്നെ ഈ വണ്ടി ആൾക്ക് ചാലക്കുടി ജംഗ്ഷനിൽ അതായത് ടൗണിൽ തന്നെ ചെറിയ തുണിക്കടയുണ്ട്, ചെറുതല്ല നല്ലൊരു കടയാണ്, ചെറുതാണെങ്കിൽ ഭയങ്കര കച്ചവടമുള്ള കടയാണ്. അവിടെ ഈ വണ്ടി എന്നാൾ വെക്കും. അപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടാവാൻ സാധ്യത പറയേണ്ട ആവശ്യമില്ല. ആ ഒരു കാര്യം ചോദിക്കാം, എത്ര പേര് സാധനം ചോദിച്ചിട്ടുണ്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട്? കുറേ ആൾക്കാർ ഒരു 100 100 അടുത്ത് എത്തിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഓഫറുകളൊക്കെ? ഓഫർ ഗുരുവായൂരിന്ന് ഒരാളെ വന്നിട്ട് ഞാൻ കടയുണ്ടായില്ല, എൻ്റെ നമ്പർ പിടിച്ചാൽ മുസ്ലിമാണ്, സഗീർ എന്നാണ്, സോയിൽ അങ്ങനെ പേരാണ് ഗുരുവായൂർ. അവൻ ഇങ്ങനെ ചേട്ടൻ്റെ വണ്ടി ഇങ്ങനെ കട മുന്നിൽ കണ്ടു, ഞാൻ കട നമ്പർ പിടിച്ചത് ആ വണ്ടി എനിക്ക് തരണം, എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനെ കൊടുത്തു, എനിക്ക് ചേട്ടൻ്റെ വണ്ടി ഞാൻ കൊടുക്കൂല അങ്ങനെ തീരുമാനം അതിന് വരാണെങ്കിൽ എന്നെ വിളിക്കുന്നത്. പിന്നെ ഒരു 3 മാസം കഴിയുമ്പോൾ ആൾ വിളിക്കും, തീരുമാനം എന്തായി ചേട്ടൻ ഒരു വില പറയും, ഞാൻ എടുത്തോളാം. അതൊക്കെ അത് ഇങ്ങനത്തെ അതല്ലാണ്ട് നിന്ന് ഇപ്പം എത്ര രൂപ വെച്ചിട്ടുണ്ട്? അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ ഒരു 2 മാസം 3 മാസം ഒരാൾ വന്ന് നിർബന്ധം മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ടാവില്ല, വന്ന് കടയിൽ വന്ന് ചേട്ടാ വണ്ടി കൊടുക്കുന്നുണ്ടോ ചേട്ടൻ്റെ വണ്ടിയാണോ കൊടുക്കുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും തന്നെ തന്നെ പറഞ്ഞു. പിള്ളേരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. വളയങ്ങട് വളയല്ല ചേട്ടാ വണ്ടി ചേട്ടനാണോ അതേതാണ് മുകളിൽ ചേട്ടൻ വണ്ടി കൊടുക്കുക ഇല്ല ചേട്ടൻ വില പറയും വില പറയും ഞാൻ വില പറയണില്ല, വില പറഞ്ഞാൽ തന്നെ അതന്നെ നമ്മൾ അപ്പോൾ പറയാം ഞാൻ ഒരാണ്ട് ഇത് കൈവിട്ട് പോയതാണ്, അതുകൊണ്ട് ഇത് നീ ഇത് കൈവിട്ടിട്ട് നമുക്ക് വേറെ കിട്ടൂല, നമുക്ക് വിഷമാവും കൊണ്ടുവരണം, നിങ്ങൾ കൊണ്ടിറക്കുമ്പോൾ എനിക്കത് വിഷമാവും, അതുകൊണ്ട് ഞാൻ ഇതിനെ പറ്റി സംസാരിക്കണം, വേറെ നിങ്ങൾ പറഞ്ഞേ പറയാം. എങ്ങനെ ചോദിക്കാതിരിക്കുക ചേട്ടാ, കടയുടെ മുമ്പിൽ സാധനം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോണ വഴിയല്ല. ഇപ്പോഴത്തെ കാലത്താണ് ഈ വക വണ്ടി ട്രെൻഡ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ചേട്ടൻ ഒരു കാര്യം ചെയ്യും, കടയിൽ വെക്കില്ലേ അടിച്ചോണ്ടോ ആരെങ്കിലും. സത്യം ഞാൻ പറഞ്ഞാ ഇഷ്ടം പോലെ വണ്ടി മോഷണം പോയിണ്ട്. ചേട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, വേറെ എല്ലാവരും വരണോടെ വെച്ചാൽ പിള്ളേരുകൾ അതിൽ കൂടെ പോകുമ്പോ അവര് ഉള്ളിൽ നിന്നൊരു വീട് വരും. ഞാൻ വരെ എനിക്ക് കിടന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ പണ്ടേ ഒരു കാണുന്നതാണ്. ഇപ്പൊ എനിക്കറിയാം ചേട്ടൻ കൊടുക്കില്ല, ചേട്ടനായിട്ട് ഒരു ആത്മബന്ധം ഉണ്ട്. ഇത് ചേട്ടൻ എത്തില്ല, എത്ര വർഷമായി? ഇപ്പൊ 22 വർഷമായി. അന്ന് മുതൽ ചേട്ടന്റെ കൂടെ സന്തോഷ സാഹചര്യം ഉണ്ട്. എപ്പോഴും തന്നെയാണ് ഉപയോഗിക്കുക? മറ്റേ വണ്ടി എടുക്കില്ല, വൈഫിന്റെ ഇത് മാത്രമേ എടുക്കുള്ളൂ. ചവിട്ടി സ്റ്റാർട്ടാക്കും. ഇങ്ങനെ ലോഡ് ഉണ്ട് ചവിട്ടി സ്റ്റാർട്ടാക്കാൻ, വെറുതെ അടിച്ച് സ്റ്റാർട്ടാണ്. ഓക്കെ ചേട്ടാ, ഈ ചാവിയില്ലേ ഇത് മാറിയുണ്ട് ചാവി? എങ്ങനെ മാറേണ്ട സാഹചര്യം എന്നിട്ടാ? മാറ്റിയതല്ലേ? അത് ഷോറൂമിൽ തന്നെ മാറ്റി? അല്ല, നമ്മൾ പുറത്തോട്ട് TVS ചാവി മേടിയാണ്. കമ്പനി പൂട്ടെ നമ്മൾ മരൂർജിന്റെ സാധനം സുസുക്കി എന്നല്ലേ എഴുതേണ്ടത്? അല്ലല്ല, പെട്രോൾ ടാങ്കിന്റെ താക്കോല് TVSഉം സുസുക്കിയും കൊളാബറേഷൻ ചെയ്ത് ഇറക്കിയ വണ്ടിയായിരിക്കും. അതന്നെ ഉറപ്പായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഇത് സുസുക്കി സൈഡിലുണ്ട്, ഇതുണ്ട്. ഇത് എത്ര ചേട്ടാ? 4 ഗിയറിൽ ഇതിന് വന്നത്? 4. എങ്ങനെ ഈ ഓടിച്ചു പോയത്? ഇത് കുറച്ച് പേര് പറയുന്നത് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചവിട്ടി കിട്ടില്ല, പാളി പോകുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് നമ്മൾ 2 ബ്രേക്കും ഒരുമിച്ച് പിടിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ബാക്കിലത്തെ ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കുതിക്കൽ? എങ്ങനെയാ നിന്നത്? ഇപ്പൊ പറഞ്ഞിട്ടുണ്ടോ? അത് നമ്മൾ അതിനകത്തെ കുറുമ്പ് നമ്മൾ കാണിക്കില്ല. അല്ല, ഇതിന്റെ സ്വഭാവം അനുസരിച്ച് ചെയ്യാം. ആൾക്കാരൊക്കെ എന്നോട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വേണമെങ്കിൽ വേണ്ടി പൊന്തിച്ച് കാണിച്ചാൽ അത് നമ്മുടെ വണ്ടിയും വേണ്ട, ഈ വണ്ടിയും വേണ്ട. നമ്മൾ ഈ വണ്ടീനെ നമ്മളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. ഈ വണ്ടിയും വേണ്ട. ചേട്ടൻ ഫാമിലി കഴിഞ്ഞിട്ടല്ലേ ഇതിനെ സ്നേഹിക്കണുള്ളൂ. അത് മേലെ പോരുത്തിട്ടാ, അത് പ്രശ്നം. ഭാര്യ പിള്ളേര് അത് ഒപ്പം അതിന് ഒപ്പാണ് ചേട്ടൻ. ഇതിന് ഞാൻ പറയാം ഓഫർ, ഒരു പ്രാവശ്യം എനിക്ക് ഓഫർ എന്താ പറയാം, 2 ലക്ഷം ഓഫർ കോയമ്പത്തൂരിൽ ഒരാൾ പോയി 2 ലക്ഷം രൂപ ഓഫർ. നമ്മൾ അവിടെ ഈ വില ഉണ്ട്, 2 ലക്ഷം രൂപ തരാൻ ഞാൻ കൊണ്ടുപോകാം. അവിടെ ചിലപ്പോ കോയമ്പത്തൂര് തമിഴ്നാട്ടിലൊക്കെ ഈ TVS ഭയങ്കര മാർക്കറ്റാണ്. അതുകൊണ്ടായിരിക്കാം ആ തമിഴ് 2 ലക്ഷം പറഞ്ഞു. അപ്പൊ ചേട്ടൻ തിരിച്ചെന്ത് പറഞ്ഞു? നടക്കില്ല, ഞാൻ ഇങ്ങനെ പറയുന്നില്ലേ 20 ലക്ഷം കിട്ടില്ല. അതല്ല നമ്മള് 20 ലക്ഷം 20 ലക്ഷം ചോദിച്ചാൽ ഒന്നുമില്ല, ഇതിന് പറ്റി സംസാരിക്കില്ല. വില പറയണ്ട, ഞാൻ വില പറയില്ല. 2 ലക്ഷത്തിന് ചോദിക്കുക. ഈ സാധനം പണ്ട് എന്റെ വന്നതാ 5000 രൂപ, ഞാൻ എടുത്തില്ല. ഞാൻ കൊറേ ഇതിന്റെ ഒറിജിനാലിറ്റി ഒന്നും കാണില്ല. അതാണ് ഇതിന്റെ ബ്രേക്ക് വെള്ളണ്ട, തേഞ്ഞ് വേണ്ട, തേഞ്ഞ് ഒട്ടേണ്ട, എന്റെ ഒറിജിനൽ വെള്ള. പിന്നെ ഹാജി ഭായി, വണ്ടി ചേട്ടൻ എങ്ങനെയാ ആൾക്കാർക്ക് ഇപ്പൊ കൈമാറാറുണ്ടോ?
അത്യാവശ്യം നമ്മുടെ പണിക്കാരൊക്കെ ചോദിച്ചാൽ ചെറിയ തോല്. മക്കളോ മോനൊക്കെ ഓടിച്ചു തുടങ്ങി. മോൻ ലൈസൻസ് എടുത്തുണ്ടാവൻ പിന്നെ അവനോട് ഓടിക്കാൻ കൊടുക്കും. ലൈസൻസ് ആയി പിന്നെ ഓടിക്കൊണ്ടുള്ളൂ. അതെ അല്ലെ, അല്ലാണ്ട് ഓടിക്കാൻ കൊടുക്കലില്ല. അപ്പൊ ഈ സാധനം ഈ പണിക്കാർക്കും അങ്ങനെ ആൾക്കാരൊക്കെ ഓടിക്കാൻ കൊടുക്കും. ചേട്ടൻ എങ്ങനെയാണ് അതായത് ധൈര്യത്തിൽ തന്നെയാണ് കൊടുക്കണം, പൂർണ്ണ ഇഷ്ടത്തോടുകൂടി? നല്ല അത്ര പെർഫെക്റ്റ് ആയ പണിക്കാർക്ക് നമുക്ക് കൊടുക്കുള്ളൂ. എല്ലാവരും കൊടുക്കില്ല. ഒരു പണിക്കാർ നമ്മുടെ കൂടെ കാലങ്ങളായിട്ടുള്ള പണിക്കാർക്ക് അറിയാം, കട വണ്ടി ഇങ്ങനെ കൊണ്ട് നടക്കാൻ അറിയാം. അതുകൊണ്ട് അത് അറിയുന്ന ആൾക്കാർക്ക് മാത്രം കൊടുക്കുള്ളൂ. അല്ലാണ്ട് ഓടി ഒന്ന് ചോദിച്ചാലൊന്നും കിട്ടുന്നില്ല. ഓടി ഒന്ന് ചിലർ കാണുമ്പോൾ കൗതുകത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് അങ്ങനെ നോ പറഞ്ഞിട്ടുണ്ട്. ടൗണിൽ പെട്ടെന്ന് ഇത് നടക്കില്ല. വേണമെങ്കിൽ ഓട്ടോറിക്ഷ കാശ് തരാം. അല്ല അപ്പൊ അവർക്ക് അതോടുകൂടി പേടിയായി. അതോടുകൂടി ഈ പരിപാടി ഹാൻഡ് ഓവർ പീരീഡ് നിർത്തി. അതോടുകൂടി അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്തിരുത്താനാ അന്നത്തെ ഒരു ചെറിയൊരു അനുഭവം. അന്നത്തെ ഇടിയും ബായിനോട് ബാധിച്ച വണ്ടിനെ എങ്ങനെയാ ഈ ഫ്രോക്കൊക്കെ വളഞ്ഞ? അതൊന്നും ഓർമ്മയില്ല. അതിന് ടാങ്ക് പോയിണ്ടായിരുന്നു. അതെല്ലേ, മീറ്റർ പോയിണ്ടായിരുന്നു. മീറ്ററൊക്കെ കൊച്ചിനോട് ഞാൻ കിട്ടി ഭാഗ്യം. എന്നാലും സാധനം അതുപോലെ ചേട്ടൻ കിട്ടിയ കിട്ടി പണിതിറക്കി. ചേട്ടൻ ആ സംഭവം ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ ചേട്ടൻ ഭയങ്കര വിഷമമായി, തകർന്നു പോയി. പിന്നെ പക്ഷെ നമുക്ക് കിട്ടിയ ഭാഗ്യത്തിന് എല്ലാ സാധനമൊക്കെ ഒരു കടകളിലും ബാക്കി ഉണ്ടായിരുന്നു. സാധനങ്ങൾ അത് ഓരോ കടകളിൽ പോയി ചോദിച്ചു അങ്ങനെ കൊണ്ട് നടക്കണം. ചേട്ടാ ഇതിന്റെ ടെസ്റ്റ് കൃത്യമായിട്ട് ചെയ്യണ്ട ടെസ്റ്റ്. അപ്പൊ ഈ വണ്ടി കൊണ്ട് ചിലപ്പോൾ വെഹിക്കിൾ എന്താ പറയാ, വെഹിക്കിൾ പെട്ടെന്ന് ടെസ്റ്റ് ഒരു നമ്പർ പറയാൻ പറഞ്ഞു. വേറെ ഒന്നും നോക്കിയില്ല. ഇപ്പൊ അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 5 വർഷം കഴിയുമ്പോ 2015 2020 കഴിഞ്ഞു. 25 വരെ സുഖമായിട്ട് ഓടും. ചേട്ടാ ഈ സാധനം നമ്മുടെ 2 സ്ട്രോക്ക് വണ്ടികൾ ഒരു പക്ഷെ നിരോധിച്ച് പോകും പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ വന്നാൽ ചേട്ടൻ എങ്ങനെ യൂസ് ചെയ്യും? ചാലോടി അല്ല കൊടുക്കലെന്തല്ല, ചാലോടി പോക്കൊക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇറക്കാൻ പറ്റും റോഡിക്ക്. വിന്റേജ് ഉപയോഗിക്കാന്ന് പറഞ്ഞു. വിന്റേജ് വണ്ടികൾക്ക് കൊണ്ട് നടക്കാം. അങ്ങനെ ആക്കണം. അങ്ങനെ നമുക്ക് ഇതിനെ നേരിടാൻ പറ്റുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഗവൺമെന്റ് പറയണം നമുക്ക് 2 സ്ട്രോക്ക് വണ്ടികൾ ഇനി റോഡിൽ ഇറക്കാൻ പാടില്ല, നിരോധിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രേമികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് നമുക്കൊരു ഇത് ചെയ്യാനോ കോടതി വഴി സമീപിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ സാധ്യതയുണ്ടോ? കാരണം അത് നടക്കില്ല. പൊല്യൂഷന്റെ പ്രശ്നങ്ങൾ അറിയാതെ കാര്യം. ലോകം മൊത്തം ഈ പൊല്യൂഷനെതിരെയാണല്ലോ. അവര് ഓരോരുത്തരാക്കി വരുമ്പോ BS1 BS2 BS6 കഴിഞ്ഞോളൂ. ഇപ്പൊ അതിന് നമ്മുടെ വണ്ടി കയറ്റി വെക്കേണ്ടി വരും. പിന്നെ അത്യാവശ്യം നമുക്ക് വിന്റേജ് പേരില് തൽക്കാലം ഉപയോഗിക്കാം. മറ്റേ ഇപ്പൊ കൊണ്ട് നടക്കാൻ പറ്റില്ല. അത് നമ്മൾ അറിഞ്ഞിട്ട് പിന്നെ നമ്മള് കോടതി പിന്നെ ആയി വരുന്നല്ലോ. പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ വണ്ടികളൊക്കെ 5 വർഷം വണ്ടികളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് കേരള സർക്കാർ എല്ലാ വണ്ടികളും സർക്കാരിന്റെ വണ്ടികളെല്ലാം കളഞ്ഞു പിൻവലിച്ചു. നമുക്ക് ഇങ്ങനത്തെ വണ്ടികൾ ഒരു വിന്റേജിലേക്ക് പെടുത്തേണ്ടി വരും. അങ്ങനെ ഇടയ്ക്ക് ഉപയോഗിക്കാം. ഇടയ്ക്ക് ആ വിന്റേജിന്റെ പേര് മാത്രമേ അല്ലാണ്ട് വേറെ കളിക്കുന്ന നടക്കില്ല. റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓ അപ്പൊ അങ്ങനെ ചേട്ടാ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ വീട്ടിൽ എടുത്ത് വെച്ചാൽ ചേട്ടന് അതൊരു ഇതാവില്ലേ? ഒന്നുമില്ല. ഞാൻ കൊടുക്കാൻ അല്ലെന്ന് ഓടിക്കാൻ പറ്റണില്ലല്ലോ. അതന്നെ അത് മതി. എനിക്ക് ഒന്ന് കാണാ. ഈ വണ്ടി അല്ല ഞാൻ കരിക്കട്ടെ. ഇവിടെ വെള്ളപ്പൊക്കത്തിന് ഇവിടെ എന്ത് ചെയ്ത് ഈ വണ്ടിനെ ഇവിടെ കയറിയിരുന്നു. ഇവിടെ അകത്തേക്ക് കയറിയില്ല. ഈ വണ്ടിനെ ആ സ്റ്റാൻഡില്ലേ ആ സ്റ്റാൻഡിന്റെ അടി വരെ വന്നിട്ടുള്ളൂ. അതെ. അപ്പൊ ഇവിടെ എന്താ വെള്ളം വന്നു? അതന്നെ അതെ. അതായത് ഇവിടെ വെക്കുമ്പോ ആ സ്റ്റാൻഡിന്റെ അടി വെച്ചാൽ അത്ര തന്നെ വീണ്ടും അകത്ത് കയറി വെച്ചാൽ വീണ്ടും അകത്ത് ഇത്ര ചേട്ടനൊക്കെ എങ്ങടെ പോയേ? അവിടേക്ക് പോയി സാധനങ്ങളൊക്കെ കയറ്റിട്ട് പോയി. അങ്ങനെ കിടക്കാൻ പറ്റിയ അപ്പോഴേക്ക് വേഗം. അപ്പോഴും വണ്ടി ഇവിടെ വെച്ചിട്ട് പോയേ. എന്റെ വണ്ടി 3 പേരുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് വണ്ടി വേറെ ഒന്നും നോക്കിയ വേറെ ജീവനല്ല നോക്കിയത്, വണ്ടീനെ നോക്കിയല്ലേ. ഓക്കെ. അപ്പൊ ഞാൻ ഈ വണ്ടി സ്റ്റാർട്ടാക്കി നോക്കുമ്പോ പല വീഡിയോ ഞാൻ എടുത്തിട്ടും ഓണറെ കൊണ്ടുപോകാൻ പറയണം. ഈ ചേട്ടൻ തരാൻ ഇപ്പോഴും സംഭവമല്ല, പക്ഷെ തരാണ്ടിരിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് നമുക്ക് ആളൊന്ന് സ്റ്റാർട്ടാക്കി തന്നപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി വണ്ടി ഓടിക്കണ്ട. ഓക്കെ. ഭായ് വളരെ താങ്ക്സ്, നന്ദി. ചേട്ടന്റെ വിലപ്പെട്ട സമയം. വളരെ തിരക്കുള്ള വ്യക്തിയാണ്.
ഈ വണ്ടിയുടെ വിശേഷങ്ങൾ പറയാൻ ചേട്ടൻ നമുക്ക് ഒരു 15 അരമണിക്കൂർ എടുത്തില്ലേ മാറ്റി വെച്ചു. ഓക്കെ, ആ ഒരു ഇതിന് വളരെ നന്ദി. പിന്നെ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനത്തെ വണ്ടി, പഴയ വണ്ടികൾ, അതായത് ഇതുപോലത്തെ റയർ വണ്ടികൾ കൊണ്ട് നടക്കുന്നവരോടും ഭാവിയിൽ ഇത് കളക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള ചേട്ടൻ എന്താ പറയാനുള്ളത്? എന്തോ ചേട്ടൻ ചെയ്യുന്ന എന്തെങ്കിലും ചേട്ടന് മെസ്സേജ് കൊടുക്കാണ്ടാവുമല്ലോ. ചേട്ടൻ ഇത്ര സ്നേഹം ഇതിന് കൊടുക്കുന്നുണ്ട്, ഹൃദയത്തിൽ സ്നേഹിക്കുന്നു. മക്കളൊപ്പം എന്നാണ് പറഞ്ഞേട്ടൻ മോനെ. അപ്പൊ എന്താണ് ചേട്ടൻ ആ ഒരു വണ്ടി പ്രേമികളുടെ അടുത്ത് ഇത് കൊണ്ടുനടക്കുന്നത് എന്താ ചേട്ടന് പറയാനുള്ളത്? ഇതിനെങ്ങനെ സൂക്ഷിക്കണം? അങ്ങനെ സ്നേഹിച്ച നമ്മ സ്നേഹിക്കുന്ന പറയില്ല, അതേപോലെ അങ്ങനെ വണ്ടി നമ്മൾ തിരിച്ച് സ്നേഹിക്കോ? പിന്നെ തട്ടുമുട്ടില്ലാണ്ടും പിന്നെ നമ്മളെ കംപ്ലൈന്റുകൾ അതേപോലെ ഒരു ആവശ്യത്തിന് പോകുന്ന സമയത്ത് നമ്മളെ കംപ്ലൈന്റ് ആയി നിർത്താൻ ഭയങ്കര പ്രശ്നമാണ്. ഇന്ന എത്ര വെളുപ്പിനെ അല്ലേ 5 മണിക്ക് 4 മണിക്ക് 4 അന്നേരത്തെ ഒറ്റയ്ക്ക് പ്രശ്നം കാണിച്ചിന്. അതാണ്. പിന്നെ അപ്പൊ വണ്ടി അങ്ങനെ കൊണ്ടുവരുന്ന വണ്ടി തിരിച്ചു നയിക്കും. ചേട്ടൻ എന്തായാലും ഇത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുനടക്കുക. ഇനി ആൾക്കാർ ചോദിച്ചു വരട്ടെ, ചേട്ടന്റെ യശസ് പ്രശസ്തി വണ്ടിയുമായിട്ടുള്ള ചേട്ടന്റെ ബന്ധം വളരട്ടെ, ഉയരട്ടെ. ചേട്ടൻ ഇത് കൊണ്ടുനടന്ന് ലോകാവസാനം വരെ ചേട്ടൻ സാധനം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.